ഹായ് ഓൾ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. ഇത് ഞാൻ സംസാരിക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പോൾ ആ ചേച്ചിയുടെ മോൻ 4 വയസ്സുള്ള മകന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് ഒരു തെറാപ്പി എടുത്തിട്ട് അവർ വരുന്ന വഴിക്കാണ് അവരെ കണ്ടത്. അപ്പോഴാണ് ADHDയെക്കുറിച്ച് അവർ കൂടുതലായിട്ട് പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം പൊതുവേ പേരൻസിനൊരു പ്രശ്നമുണ്ട്. തൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിസോർഡർ ഉണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട് പേരൻസിന് തന്നെയാണ്. അപ്പോൾ അവർ അതൊന്നും സാരമില്ല, പിള്ളേരാവുമ്പോൾ കുറച്ച് അങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരു വളരെ നോർമലൈസ് ചെയ്ത് അതിനെ വിടും. പക്ഷേ ഈ ADHD എന്ന് പറയുന്ന ഒരു ഡിസോർഡർ നമ്മൾ നേരത്തെ തന്നെ അതിന് ഒരു സൊല്യൂഷനൊക്കെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ ഫോർ ദം. കാരണം ഫ്യൂച്ചറിൽ അവർക്ക് കുറച്ചുകൂടി നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. മറിച്ച് നമ്മളത് ശ്രദ്ധിക്കാതെ വിടുമ്പോൾ ഇവരോടൊപ്പം ഇത് വളർന്ന് വലുതാവുകയും പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ അവർക്ക് അതൊട്ടും എന്താ പറയുക, പഠനത്തിലൊക്കെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ കുട്ടികളെ ഇരുന്ന് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, നീ പഠിക്കുന്നില്ല, മറ്റുള്ള കുട്ടികളെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുന്നതിലൊന്നും ഒരർത്ഥമില്ല. അപ്പോൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുട്ടികളിലാണെങ്കിലും ഈവൻ കുറച്ച് മുതിർന്നിട്ടാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ADHDയുടെ സിംറ്റം, അതായത് കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അത് തെറാപ്പി അത് ചെയ്യേണ്ടതാണ്. സോ ദാറ്റ് യു ക്യാൻ ലീഡ് എ നോർമൽ ലൈഫ്. താങ്ക് യു.